വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുട്ടി ഹോസ്പിറ്റൽ വ്ളോഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഇന്ന് എനിക്ക് 5ാം മാസത്തെ സ്കാനിങ്ങും അതേപോലെ തന്നെ ഡോക്ടറിന്റെ അടുത്ത് ചെക്കപ്പിനായിട്ടും പോകേണ്ട ഒരു ദിവസമാണ് കേട്ടോ. അപ്പൊ അതിന്റെ കുട്ടി വിശേഷങ്ങളും അതേപോലെ തന്നെ സ്കാനിങ് റിപ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. എനിക്ക് ഫുള്ളായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും എനിക്ക് പറ്റുന്ന പോലെ എടുത്തിട്ട് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്കാനിങ് നമുക്ക് 2:30 കേട്ടോ. അതേപോലെ തന്നെ ആദ്യത്തെ 2 സ്കാനിങ് കഴിഞ്ഞത് നമുക്ക് ഹോസ്പിറ്റലിലായിരുന്നു. പക്ഷെ ഇന്നാണെങ്കിൽ വേറൊരു പുറത്ത് ക്ലിനിക്കിലാണ് കേട്ടോ ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദേ ഞാനും മോളും കൂടി പോവുകയാണ്. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ കുടയൊക്കെ ചൂടിയിട്ട് പോയി. അങ്ങനെ ബസ് കാത്ത് നിൽക്കുന്ന സമയത്താണ് ഒരു ഓട്ടോ കിട്ടിയത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം ഓട്ടോയിൽ കയറി കേട്ടോ. അപ്പോൾ കുന്നംകുളത്തുള്ള ഒരു ക്ലിനിക്കിലാണ് കേട്ടോ നമ്മൾ ഇന്ന് സ്കാനിങ്ങിനായിട്ട് പോണത്. കണ്ടില്ലേ, പുറത്തൊക്കെ ഭയങ്കര വെയിലാണ് കേട്ടോ, നല്ല ചൂടുമാണ്. ഓട്ടോയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഈ ഒരു മാർച്ച് ആകുമ്പോഴത്തേന് തന്നെ നമുക്ക് നല്ല ചൂടുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ ഈ ഒരു ക്ലിനിക്കിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. മദേഴ്സ് ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ട് കുന്നംകുളത്തുള്ളൊരു ക്ലിനിക്കാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് 2:30 ആകുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന് കയറിയ സമയത്ത് ഇതേപോലെ കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അവരൊരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് അതിൽ സൈനൊക്കെ ചെയ്യാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മുന്നത്തെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട്, അതേപോലെ തന്നെ ഡോക്ടർ സ്കാനിങ് ആയിട്ട് എഴുതി തന്നിട്ടുള്ള ആ ഒരു പേപ്പറൊക്കെ അവിടെ ഇതുപോലെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്തുന്ന സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഞാനിത് വെള്ളമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 3 മണി ആകുമ്പോഴത്തേനും ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉണ്ണി തിരിഞ്ഞ് കിടക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. പിന്നെ അതേ 4:30 ആകുമ്പോഴാണ് കേട്ടോ ഞാൻ വീണ്ടും കയറണത്. ആ ഒരു സമയമാകുമ്പോഴത്തേനും ഒരുവിധ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആകെ 2 പേരെ പിന്നെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തോ ഭാഗ്യത്തിന് ഒരു 5 മണിയാകുമ്പോഴത്തേനും നമ്മുടെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ റിപ്പോർട്ട് ആയപ്പോഴത്തേനും നമ്മളെ വിളിച്ചു. അങ്ങനെ അതേ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം അതേ സ്കാനിങ് റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു ഇന്ന് തന്നെ എന്തായാലും ഡോക്ടറിനെ ഒന്ന് കാണിക്കാമെന്ന്. അങ്ങനെ അതേ നമ്മൾ വീണ്ടും ബസ്സിന് കാത്ത് നിൽക്കാം കേട്ടോ. ബസ്സൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ ഡോക്ടറിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകാറായിട്ടുള്ളത്. ഹോസ്പിറ്റലിലേക്ക് ആദ്യത്തെ ഒരു തവണ മാത്രമാണ് കേട്ടോ പോയിട്ടുള്ളത്. പിന്നൊക്കെ നമ്മൾ ഇതുപോലെ ഡോക്ടറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് കാണുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അങ്ങനെ അതേ വീട്ടിലെത്തിയപ്പോൾ തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു ആൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം പിന്നെ ഒരാളും കൂടി വന്നു കേട്ടോ. അങ്ങനെ ഡോക്ടറിനെ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു. പിന്നെ ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യത്തെ ആൾ കയറിയിട്ട് ഇതുപോലെ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ കാണിച്ചു. അപ്പോൾ സ്കാനിങ് റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. ഉണ്ണിക്കൊക്കെ നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കായാലും വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെയൊക്കെ നമുക്ക് കുറച്ച് മെഡിസിൻസും അതേപോലെ തന്നെ ഗ്ലൂക്കോസിൻ്റെ ടെസ്റ്റിനും TT അടിക്കാനും ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മരുന്ന് മേടിക്കാനായിട്ട് ഞങ്ങൾ വീണ്ടും കുന്നംകുളത്തേക്ക് തന്നെ കേട്ടോ പോയത്. അപ്പോൾ കുന്നംകുളത്ത് ഇതേ ഒരു മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ട് നമുക്ക് എല്ലാ മരുന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ടാണ് നമുക്ക് ഇതുപോലെ മെഡിസിൻസൊക്കെ കിട്ടിയത്. അതിന് ശേഷം നമുക്കിത് ഭയങ്കരമായിട്ട് വിശപ്പുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ 2 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം 5:30-6 മണിയുടെ അടുത്ത് ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ 2 ആളും കൂടിയിട്ട് ചെറിയൊരു കൂൾ ബാറിൽ കയറിയിട്ട് 2 ഷേക്കും അതേപോലെ തന്നെ 2 എന്തോ സ്നാക്സും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് ആദ്യം തന്നെ ഷേക്കാണ് കേട്ടോ കുടിച്ചത്. ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ തണുത്തത് കുടിക്കുമ്പോൾ നമുക്ക് ഒരു ആശ്വാസം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു സ്നാക്ക് കഴിച്ചപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഷവർമ പോലത്തെ എന്തോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നിനും കൊള്ളില്ല കേട്ടോ. അങ്ങനെ ദേ അവിടുന്ന് ഈ ഒരു സാധനമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അങ്ങനെ ഇറങ്ങുന്ന സമയത്തായിരുന്നു അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതേപോലെ പനനുങ്ക് വിൽക്കുന്ന കണ്ടത്. അങ്ങനെ അവിടുന്ന് ഒരു പാക്കറ്റും കൂടി വാങ്ങിച്ചിട്ട് പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പോയിട്ടോ. പിന്നെ വീട്ടിലേക്ക് എത്താനായിട്ട് കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. ഒരു 6:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ രീതിയിൽ ഇരുട്ടൊക്കെ ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട്. അപ്പോൾ ഡോക്ടർ ഇത് കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. കുട്ടിക്ക് ആവശ്യത്തിനുള്ള വെയിറ്റും കാര്യങ്ങളുണ്ട്. വേറെ പ്രഗ്നൻസിയിൽ നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഇതിൽ എഴുതിയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ വളർച്ച എഴുതിയിട്ടുണ്ട്. അപ്പോൾ 21 ആഴ്ചയും 4 ദിവസം ആയിട്ടുണ്ട്. അതേപോലെ തന്നെ കുട്ടിയുടെ വെയിറ്റ് നമുക്ക് ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. 435 ഗ്രാമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 5ാം മാസത്തിലുള്ള ഉണ്ണിയുടെ വെയിറ്റ്. പിന്നെ ഉണ്ണിയുടെ ഹെഡ്, ഫേസ്, ഹാർട്ട്, സ്പൈൻ ഇതൊക്കെ നോർമലാണ്. അങ്ങനെ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഏകദേശം നമ്മുടെ ഡെലിവറി ഡേറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വരുന്നത് ജൂലൈ 2-ാം തീയതി ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇതിലിപ്പോൾ മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വേറെ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങൾ ഉണ്ടോയെന്നുള്ളത് ഇതിൽ കാണിച്ചിട്ടില്ല. ഓൾറെഡി ഒരുവിധമൊക്കെ നോർമലായിട്ട് തന്നെയാണ് കിടക്കുന്നത്.
പിന്നെ 5-ാം മാസത്തിൽ ഈ ഒരു അനോമലി സ്കാനിലാണ് ഉണ്ണിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് അറിയാം. പിന്നെ ഇതാണ് കേട്ടോ ഉണ്ണിയുടെ ഫോട്ടോസ് കൊടുത്തിട്ടുള്ളത്. മൊത്തം 7 ഫോട്ടോസ് നമുക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ 5 എണ്ണം, പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ 2 എണ്ണം കൂടി ഉണ്ട്. ഇനി നമ്മളോട് ഡോക്ടർ വരാൻ പറഞ്ഞിട്ടുള്ളത് 4 ആഴ്ച കഴിഞ്ഞിട്ടാണ്. അതായത് 1 മാസം കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിനുള്ള മെഡിസിൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.